ഓണം റിലീസായിട്ട് 5 മലയാളം സിനിമകളും വിജയ് ചിത്രം ഗോട്ടും ഉൾപ്പെടെ സെപ്റ്റംബറിൽ വൻ റിലീസുകളാണ് വരുന്നത്. അപ്പോൾ ഈ മാസം റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. മരുതമലൈ മാമണിയേ മുരുകയ്യ. സ്ലോ ഹോഴ്സസ് എന്ന ഇംഗ്ലീഷ് ത്രില്ലർ ഡ്രാമ സീരീസിന്റെ സീസൺ 4 ആപ്പിൾ TV പ്ലസിൽ സെപ്റ്റംബർ 4 സ്ട്രീമിംഗ് ആരംഭിക്കും. സെപ്റ്റംബർ 5 ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസിലൊന്നായ ദളപതി വിജയുടെ ഗോട്ട് റിലീസാവുന്നത്. വെങ്കട് പ്രഭുവാണ് പടത്തിന്റെ സംവിധാനം. യുവൻ ശങ്കർ രാജ സംഗീതം നിർവഹിക്കും. ഓൾറെഡി ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു ആക്ഷൻ സൈഫൈ ത്രില്ലറാണ്. വിജയോടൊപ്പം തന്നെ സ്നേഹ, പ്രഭുദേവ, പ്രശാന്ത്, ജയറാം, മോഹൻ, മീനാക്ഷി ചൗധരി അങ്ങനെ വലിയൊരു താരനിര തന്നെ പടത്തിൽ ഇറങ്ങിയിരുന്നുണ്ട്. ഈ മാസത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള റിലീസുകളിൽ ഒന്നാണിത്. പക്ഷെ എന്തോ വലിയ ഹൈപ്പ് ഒന്നും ഇല്ല കേട്ടോ. ദ പെർഫെക്റ്റ് കപ്പിൾ എന്ന നെറ്റ്ഫ്ലിക്സ് ഡ്രാമ സീരീസ് സെപ്റ്റംബർ 5 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നിക്കോൾ കിഡ്മാൻ ഉൾപ്പെടെയുള്ള വലിയ താരനിരയുള്ള സീരീസിൽ ബോളിവുഡ് താരം ഇഷാൻ ഖട്ടറും അഭിനയിക്കുന്നുണ്ട്. വാർണർ ബ്രോസിന്റെ ഫാന്റസി ഹൊറർ കോമഡി ബീറ്റിൽ ജ്യൂസ് സെപ്റ്റംബർ 6 തിയേറ്ററുകളിൽ റിലീസാകും. ഈ ദിവസം തന്നെ സ്ട്രേഞ്ചർ ഡാർലിംഗ്സ് എന്ന ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ സിനിമയും തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട്. റിബൽ റിഡ്ജ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 6 സ്ട്രീമിംഗ് ആരംഭിക്കും. കങ്കന റനാവത്തിന്റെ എമർജൻസിയും ഈ ദിവസം തന്നെ റിലീസാകുമെന്ന് പറയുന്നുണ്ട്. പലതവണ മാറ്റിവെച്ചതാണ്, കണ്ടറിയാം. ഇതിനിടെ ആസിഫ് അലിയുടെ തലവൻ സെപ്റ്റംബർ 10 സോണി ലെവൽ ഡിജിറ്റൽ റിലീസ് ആവുന്നുണ്ട് കേട്ടോ. ഓണത്തോടനുബന്ധിച്ച് ഈ മാസത്തിലെ ഏറ്റവും വലിയ റിലീസ് ടൊവിനോ തോമസിന്റെ ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം സെപ്റ്റംബർ 12 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. പാൻ ഇന്ത്യൻ റിലീസാണ്. 3D ആണ് പടം. പീരിയഡ് ആക്ഷൻ അഡ്വഞ്ചർ ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ വരുന്നത്. ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി, ബേസിൽ ജോസഫ്, രോഹിണി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ പടത്തിലുണ്ട്. ജിതിൻ ലാലാണ് സിനിമയുടെ സംവിധായകൻ. സെപ്റ്റംബർ 12 തന്നെ ആസിഫ് അലി, അപർണ ബാലമുരളി തുടങ്ങിയവർ അഭിനയിച്ച കിഷ്കിന്ദ കാണ്ഡം എന്ന ത്രില്ലർ മലയാള സിനിമയും റിലീസ് ആവുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമയും ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 13 തിയേറ്ററുകളിൽ റിലീസാകും. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിക്കുന്ന പണി എന്ന ആക്ഷൻ ത്രില്ലർ സിനിമയും ഓണം സ്പെഷ്യലായിട്ട് റിലീസ് ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന മലയാളം കോമഡി ത്രില്ലറും സെപ്റ്റംബർ 13 ഓണത്തോടനുബന്ധിച്ച് റിലീസ് ആവുന്നുണ്ട്. ഇതിൽ ഏത് പടമായിരിക്കും ഓണം തൂത്തുവാരുക? എനി ഗസ്? കരീന കപൂർ നായികയായി വരുന്ന ഹിന്ദി ത്രില്ലർ ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് സെപ്റ്റംബർ 13 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 13 തന്നെ ഹോളിവുഡ് സൂപ്പർ ഹീറോ ഹൊറർ ചിത്രം ഹെൽബോയ് ദ ക്രൂക്കഡ് മാൻ റിലീസ് ആവുന്നുണ്ട്. ഹെൽബോയ് ഫിലിം സീരീസിലെ സെക്കൻഡ് റീബൂട്ട് ഫിലിമാണിത്. ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സ്പീക്ക് നോ ഇവിൾ സെപ്റ്റംബർ 13 തിയേറ്ററുകളിൽ റിലീസ് ആകും. 2022 ഇറങ്ങിയ ഇതേ പേരിലുള്ള ഡാനിഷ് ത്രില്ലർ സിനിമയുടെ റീമേക്ക് ആണിത്. ഒറിജിനൽ പടം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ റിവ്യൂ ഞാൻ ചാനലിൽ പണ്ടിട്ടിട്ടുമുണ്ട്. വിക്രാന്ത് മാസി നായകനാകുന്ന സെക്ടർ 36 എന്ന ഹിന്ദി ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസായിട്ട് 13 എത്തുന്നുണ്ട്. അഗ്ലീസ് എന്ന ഇംഗ്ലീഷ് സൈഫൈ ആക്ഷൻ ത്രില്ലറും 13 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് പടം വരുന്നത്. ഇതിന്റെ കുറച്ച് ഭാഗമൊക്കെ നമ്മുടെ ആതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. കറക്റ്റ് ആണോ എന്നറിയില്ല. ബെർലിൻ എന്ന ഹിന്ദി സ്പൈ ത്രില്ലർ ചിത്രം C5 ഡയറക്റ്റ് OTT റിലീസായി 13 വരുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ വൻ വിജയമായിട്ടുള്ള ഗ്രേവ് ടോർച്ചർ എന്ന ഹൊറർ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 16 സ്ട്രീമിംഗ് ആരംഭിക്കും. കോളിൻ ഫാറൽ കേന്ദ്ര കഥാപാത്രമായി വരുന്ന HBOയുടെ ക്രൈം ത്രില്ലർ സീരീസ് ദ പെൻഗ്വിൻ ജിയോ സിനിമയിൽ സെപ്റ്റംബർ 19 സ്ട്രീമിംഗ് ആരംഭിക്കും. ബാറ്റ്മാൻ യൂണിവേഴ്സിൽ വരുന്ന ഒരു സീരീസ് ആണിത്. 8 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. വീക്കിലി ഓരോ എപ്പിസോഡായിരിക്കും വരിക. മോൺസ്റ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ക്രൈം ഡ്രാമ സീരീസ് സെപ്റ്റംബർ 19 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഹിന്ദി ആക്ഷൻ ത്രില്ലർ യൂദ്ര സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ റിലീസാകും. സിദ്ധാന്ത് ചതുർവേദി, രാഘവ് ജുവൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ നായികയായിട്ട് മലയാളി നടി മാളവിക മോഹൻ ഹിന്ദിയിൽ അരങ്ങേറുകയാണ്. ട്രെയിലറൊക്കെ നല്ല കിടുവായിരുന്നു. ഒരു കിൽ ലെവൽ ആകുമോ എന്ന ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണിത്. ആനിമേറ്റഡ് ആക്ഷൻ സൈഫൈ മൂവി ട്രാൻസ്ഫോമേഴ്സ് 1 സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് സ്റ്റോറി ലൈൻ ബേസ് ചെയ്ത് വരുന്ന ഫിലിമാണിത്. ഹരീഷ് കല്യാണിന്റെ ലബർ പന്ത് എന്ന തമിഴ് സ്പോർട്സ് ഡ്രാമ സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ റിലീസ് ആകും. നെവർ ലെറ്റ് ഗോ എന്ന ഇംഗ്ലീഷ് ഹൊറർ സർവൈവൽ ത്രില്ലർ സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. A24ന്റെ എ ഡിഫറന്റ് മാൻ എന്ന ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ റിലീസ് ആകും. ലാ മെയ്സൺ എന്ന സ്പാനിഷ് ഡ്രാമ സീരീസ് ആപ്പിൾ TV പ്ലസിൽ സെപ്റ്റംബർ 20 സ്ട്രീമിംഗ് ആരംഭിക്കും. 20 തന്നെ ഹിസ് 3 ഡോട്ടേഴ്സ് എന്ന നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ഫിലിം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മിഡ് നൈറ്റ് ഫാമിലി എന്ന സ്പാനിഷ് ഡ്രാമ സീരീസ് ആപ്പിൾ TV പ്ലസിൽ 25 സ്ട്രീമിംഗ് ആരംഭിക്കും.
മിസ്റ്റർ മാക്മഹോൺ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഡോക്യു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 25-ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. കാർത്തി നായകനായിട്ട് വരുന്ന മെയ് അഴകൻ എന്ന തമിഴ് ആക്ഷൻ ഡ്രാമ സെപ്റ്റംബർ 27-നാണ് തിയേറ്ററുകളിൽ റിലീസാവുന്നത്. അരവിന്ദ് സ്വാമി, ശ്രീവിദ്യ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇതിനൊന്നും ഒട്ടും പ്രമോഷൻ ഇല്ല എന്നുള്ളതാണ് അത്ഭുതം. ജൂനിയർ NTR ഡബിൾ റോളിൽ വരുന്ന ദേവര പാർട്ട് 1 സെപ്റ്റംബർ 27-ന് തിയേറ്ററുകളിൽ റിലീസാകും. 2 ഭാഗമുള്ള പടം സംവിധാനം ചെയ്യുന്നത് കൊരട്ടാല ശിവയാണ്. ജാൻവി കപൂറാണ് പടത്തിലെ നായിക, സെയ്ഫ് അലി ഖാനാണ് വില്ലൻ. തെലുങ്കിനൊപ്പം തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പടം റിലീസാവുന്നുണ്ട്. അനിരുദ്ധാണ് ഈ പടത്തിന്റെ മ്യൂസിക്. കൊരട്ടാല ശിവയെ സംബന്ധിച്ച് ഈ പടം വളരെ നിർണായകമാണ്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് പടം ചിരഞ്ജീവി നായകനായിട്ട് അഭിനയിച്ച ആചാര്യ വൻ ബോംബായി തിയേറ്ററുകളിൽ മാറിയിരുന്നു. ഇതെങ്ങനെയാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. റസ് ബോൾ എന്ന ഇംഗ്ലീഷ് സ്പോർട്സ് ഡ്രാമ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 27-ന് റിലീസാവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സെപ്റ്റംബറിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.